ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഏത് വ്യക്തിക്കും ആരോഗ്യമായിട്ട് സന്തോഷമായിട്ടുമൊക്കെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വേണം. ആഹാരവും വസ്ത്രവും പാർപ്പിടവും ഒക്കെയാണ് നമുക്ക് അടിസ്ഥാനപരമായിട്ട് വേണ്ടതെങ്കിലും സന്തോഷമായിട്ടിരിക്കാൻ അത് മാത്രം പോരാ. ഒരു മനുഷ്യനെ സംബന്ധിച്ച് പലതരത്തിലുള്ള വിചാരങ്ങൾ കൂടിയാണ് ഓരോ ദിവസവും കടന്നു പോകുന്നത്. ഇതിനെല്ലാം അവനെ സഹായിക്കുന്നത് ബ്രെയിനിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഊർജ്ജമാണ്. ആരോഗ്യമുള്ള ഒരു സ്ത്രീയുടെയും പുരുഷൻ്റെയും ശരീരത്തെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് സ്നേഹത്തിൻ്റെയും ലൈംഗികതയുടെയും ഊർജ്ജമാണ്. ഈ എനർജിയാണ് നമ്മൾ മറ്റ് പല ഊർജ്ജമാക്കി മാറ്റുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ആരോഗ്യമുള്ള സ്ത്രീകളിൽ ലൈംഗിക ഊർജ്ജം ചില ദിവസം കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ ദിവസത്തെ അവരുടെ രീതികൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ. ആരോഗ്യവും സന്തോഷവുമുള്ള വ്യക്തികളെ സംബന്ധിച്ച് അവർക്ക് ഓരോ ദിവസവും പുതിയതായിരിക്കും. എന്തെങ്കിലുമൊക്കെ ചില പ്രത്യേകതകൾ കാണും. ചില ദിവസങ്ങളിൽ അവർക്കൊരു പ്രത്യേക മൂഡായിരിക്കും, ഒരു പ്രത്യേക എനർജി ലെവലായിരിക്കും. ഈ ഒരു കാര്യം ശരീരവും മനസ്സും കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നതായിട്ട് തോന്നും. അപ്പോൾ ഇത് ഏത് ദിവസമാണ് ഇങ്ങനൊരു തോന്നൽ വരുന്നതെന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റത്തില്ല. ഇത് ഓരോരുത്തരിലും വ്യത്യാസപ്പെട്ടിരിക്കും. ഞാനിപ്പോൾ പറയുന്നത് ഓവുലേഷൻ ടൈമിലുണ്ടാകുന്ന ആ ഒരു ഹോർമോൺ ചേഞ്ചസ്, മൂടുമാറ്റമൊക്കെ ഉണ്ടല്ലോ, അതിനെക്കുറിച്ചല്ല കേട്ടോ. അതല്ലാതെ ശരീരവും മനസ്സും ഒന്നിച്ച് ചെയ്യുന്ന ഒരു പ്രക്രിയയുണ്ട്. അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായ ദിവസങ്ങളായിരിക്കും. അന്നത്തെ ദിവസം ശ്രദ്ധിച്ചാൽ അറിയാം, കൂടുതലും പോസിറ്റീവായിട്ടുള്ള ചിന്തകളായിരിക്കും മനസ്സിൽ. തന്നെയല്ല, ഈ ദിവസം ഇഷ്ടപ്പെട്ട ആളിനോട് കൂടുതലായിട്ട് സംസാരിക്കും, അല്ലെങ്കിൽ സംസാരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കും, കൂടുതൽ സ്നേഹപ്രകടനം നടത്തും. അതുപോലെ നല്ല അടുപ്പവും സ്നേഹമൊക്കെയുള്ള പങ്കാളിയാണെങ്കിൽ അവരോട് കൂടുതൽ കാര്യങ്ങൾ അന്നത്തെ ദിവസം ഷെയർ ചെയ്യും. അതുപോലെ കുറച്ച് ഓപ്പണായിട്ട് സംസാരിക്കാനുള്ള സബ്ജക്റ്റൊക്കെ എടുത്തിടും, ഒരു പ്രത്യേക രീതിയിൽ നോക്കും. തന്നെയല്ല, അന്നത്തെ ദിവസം കഴിയുന്നതും ഉടക്കൊന്നും ഉണ്ടാക്കാതെ ഒരു പ്രത്യേക ക്ഷമ കാണിക്കും. ഇനി പ്രണയമുള്ളവരാണെങ്കിൽ ഈ ദിവസങ്ങളിൽ ഒരു പ്രത്യേക സന്തോഷമായിരിക്കും. ഈ സമയങ്ങളിൽ സെൻറ്റിമെൻ്റലായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതൊന്നും അത്ര ഇഷ്ടമല്ല. എന്നാൽ ലൈംഗികതയായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാൻ, ചില സംഭവങ്ങൾ പറയാൻ കൂടുതൽ താല്പര്യം കാണിക്കും. അതുപോലെ ഈ ദിവസങ്ങളിൽ അവരുടെ ബോഡി ലാംഗ്വേജ് ഒരു പ്രത്യേക തരത്തിലായിരിക്കും. ഏറ്റവും നന്നായിട്ട് ചേരുന്ന വസ്ത്രം ധരിക്കുകയും അതുപോലെ മുടിയൊക്കെ ഒരു പ്രത്യേക രീതിയിൽ കെട്ടുകയും ചെയ്യും. അതുപോലെ മനസ്സ് ചില പ്രത്യേക സ്ഥലങ്ങളിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും. തന്നെയല്ല, അവിടുത്തെ സ്പന്ദനങ്ങൾ നന്നായിട്ട് ആസ്വദിക്കാറുമുണ്ട്. ഉദാഹരണത്തിന്, നമുക്ക് ചില ദിവസങ്ങളിൽ ചില പ്രത്യേക ഭക്ഷണത്തിനോട് താല്പര്യം തോന്നത്തില്ലേ? അത് അന്നത്തെ ദിവസം നമുക്ക് നല്ല വിശപ്പുള്ളത് കൊണ്ട് മാത്രമല്ല, എന്തോ ഒരു ഫീലിങ്സ്, അല്ലെങ്കിൽ അതിൻ്റെ രുചിയോടുള്ള ഒരു താല്പര്യം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത് ശരീരത്തിൻ്റെ മാത്രം ഒരു വിശപ്പല്ല, മനസ്സിൻ്റെ ദാഹം കൂടാണ്. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായിട്ടുള്ളൊരു മൂഡാണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ ചില സ്ത്രീകൾ ഈ ദിവസങ്ങളിൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരുമായിട്ട് കൂടുതൽ സമയം ചാറ്റ് ചെയ്യും. ഇനി സ്ത്രീ സുഹൃത്തുക്കളാണെങ്കിലും കൂടുതലും പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട സബ്ജക്റ്റുകളായിരിക്കും. അതുപോലെ അന്നത്തെ ദിവസം അടുപ്പോ സ്നേഹമോ ഒക്കെയുള്ള പങ്കാളികളാണെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെടണമെന്ന് ശക്തമായിട്ട് ആഗ്രഹിക്കാറുണ്ട്. എന്നാലും മിക്കവാറും സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ മനസ്സിലുള്ള ഫീലിങ്സ് അങ്ങനെ അങ്ങ് ഓപ്പണായിട്ട് പറയാറില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ബോഡി ലാംഗ്വേജിൽ കൂടിയും ചില അടയാളങ്ങളിൽ കൂടിയായിരിക്കും അവരത് അറിയിക്കാൻ ശ്രമിക്കുന്നത്. അത് പങ്കാളിയായിട്ട് നല്ലൊരു അടുപ്പോ സ്നേഹമോ ഒക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇഷ്ടമുള്ളവരോട് കൂടുതൽ സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യും. ഇനി ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും അല്ലെങ്കിൽ സ്വയം പല കാര്യങ്ങളും ചെയ്ത് സംതൃപ്തി കണ്ടെത്തുന്നവരുണ്ട്. ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആരോഗ്യവും സന്തോഷമുള്ള എല്ലാ സ്ത്രീകളിലും തോന്നേണ്ടതാണ്. പക്ഷേ പലർക്കും ഇങ്ങനെയുള്ള ഫീലിങ്സ് തോന്നാറില്ല. അതിൻ്റെ പ്രധാന കാരണം ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, മാനസികമായ നിരാശ, അതുപോലെ ചില നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ, അതുപോലെ ചില നെഗറ്റീവായിട്ടുള്ള ബന്ധങ്ങൾ എല്ലാം ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് പ്രവർത്തിക്കും. ഇനി യഥാർത്ഥ സന്തോഷമില്ലാത്ത ഏത് കാര്യത്തിലും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്കിങ്ങനെയൊക്കെയുള്ള ഫീലിങ്സ് വന്നാൽ ഉടനെ തന്നെ റിജക്റ്റ് ചെയ്യും. ആത്മവിശ്വാസക്കുറവാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അങ്ങനെയുള്ളവർ ആർക്കെങ്കിലും എന്തിനെങ്കിലും അടിമപ്പെട്ടാണോ ജീവിക്കുന്നതെന്ന് സ്വയം പരിശോധിക്കണം. ഇനി സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ആർക്കും ഒന്നിനും അടിമപ്പെടാതെ സ്വതന്ത്രമായി ജീവിക്കുക എന്നതായിരിക്കണം ലക്ഷ്യം. എന്നാൽ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുകയും സഹായിക്കുകയും ഒക്കെ വേണം. അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഫീലിങ്സിനോട് ശരിയായ രീതിയിൽ പ്രതികരിക്കും. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, പിന്നെ അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.